വീണ്ടും നമ്മൾ തിരിച്ച് ഗുരുവായൂരത്തെ ആനകളുടെ ഒക്കെ ഇപ്പൊ നമ്മുടെ ദേവസ്ഥന്റെ ആനകൾ ഇപ്പൊ അടുത്തടുത്തായി പല ആനകളും ഇങ്ങനെ ചരിയണു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഒരു ശ്രദ്ധ കുറവാണോ? അത് എന്താ അങ്ങനെ ഉണ്ടാവും? പലരും വന്ന് പറയുകയൊക്കെ ഉണ്ടായില്ല ചികിത്സാ പിഴവെന്നൊക്കെ. ഇത് ഞാൻ നേരത്തെ ചികിത്സാ പിഴവെന്ന് പറയാനായിട്ട് അവരുടെ അറിവ് കുറവാണ് ചികിത്സാ പിഴവെന്ന് പറയണത്. കാരണം അവിടുത്തെ ആരും അതിനെതിരെ നിൽക്കണം. നമുക്ക് അതിനെ ചികിത്സിച്ച് പിഴവുണ്ടാക്കിയിട്ട് അതിനെ ചെരിഞ്ഞ് അതിനെ നശിപ്പിച്ചാൽ നമുക്ക് എന്താ ഗുണം? അതിനെ കൊണ്ട് നടക്കുന്ന ആളുകൾ ഇപ്പൊ ഡോക്ടർമാരെന്ന് പറയണത് വെറും 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഞാൻ അടുത്ത് കൊടുത്തു. ഇതിന് അത് കൃത്യമായിട്ട് കൊടുക്കേണ്ട ഇത്. പിന്നെ അവിടെ അസുഖങ്ങൾ വരുമ്പോ അതിന് പ്രതിരോധിക്കേണ്ട, അസുഖം വരാൻ നോക്കണ്ടേ. ഇപ്പൊ പണ്ടൊരു അർജുനാനെ അവരെ ഇടിച്ചു പോകുന്നുണ്ട്, അതിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ കേസൊക്കെ ഞാൻ പരാതി കൊടുത്ത. പിന്നെ ഈ പത്മനാഭനും കാശവനൊക്കെ ചെയ്യണത് ഫോറസ്റ്റിന്റെ ബാൻകാരനാണ്. ഞാൻ നിർന്നത് വലിയ കാശൻ. അതിന് ബാൻ ചെയ്തു ഫോറസ്റ്റ്. ഇവിടുന്ന് ഫോറസ്റ്റ് ഇനി ഒരു സ്ഥലത്തേക്ക് പരിപാടിക്ക് പോകണ്ട, അത് കൊറോണ സമയം തൊട്ട് മുന്നേ ആയിട്ട് അതെങ്ങനെ പരിപാടിക്കൊന്നും പോകാൻ പാടില്ല, നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പോയി. പിന്നെ എരണ്ടക്കെട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ കുട്ടില്ല. എരണ്ടക്കെട്ട് വരാണ്ട് നോക്കേണ്ടത് ആരും ചുമതല? അതിനെ കൊണ്ടുനടക്കുന്ന പാപ്പന്മാര്. ഇപ്പൊ എന്റെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ കുത്തുകൾക്ക് കൊണ്ട് നടക്കണ മാതിരിയാ. ഈ കുത്തുകൾക്ക് ആരെങ്കിലും ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവര് നിൽക്കുന്നത്. പഴി ചെറിയ അപ്പൊ ഡോക്ടർമാരൊക്കെ ആ കുത്തുകൾക്ക് കൊടുക്കും. ഈവൻ ഡോക്ടർ തന്നെ പറയണു ഈ പാപ്പന്മാരെ അടിക്കടിക്ക് മാറ്റുന്നതും. അയ്യോ, ഞാൻ കഴിഞ്ഞ ഭരണസമിതിയോട് പിണങ്ങിയിരിക്കുന്ന എന്താ അവസരം ഉണ്ടായിരിക്കും. കാരണം ഞാൻ ഗോകുലാനയുടെ പാപ്പാനെ മാറ്റരുതെന്ന് കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവര് എന്നിട്ട് മാറ്റി. രാഷ്ട്രീയമാണല്ലോ അതൊക്കെ. വേറെ പാപ്പ വന്നു. അപ്പൊ നമ്മള് വളരെ കഷ്ടപ്പെട്ട് അതിന് കോഴിക്കോട് ഭാഗത്ത് പോയിട്ട് കുത്തേറ്റിട്ടേ വന്നിട്ട് ഞങ്ങൾ പോയി കണ്ടപ്പോ വീർത്തുകായിരുന്നു. അതിനൊക്കെ കുറെ മരുന്ന് കൊടുത്ത് തൃശ്ശൂപുരത്തിന് എഴുന്നള്ളിക്കാലം പാകാക്കി കൊണ്ടുവന്ന ആനനെ പിന്നെ പാപ്പാനെ മാറ്റണു. ആദ്യത്തെ തീരുമാനത്തില് ഞാൻ പോണ തീരുമാനത്തില് ഞാൻ മാറ്റണമെന്ന് എഴുതി പറഞ്ഞു. അത് കഴിഞ്ഞുള്ള പിന്നത്തെ തീരുമാനത്തിൽ എനിക്ക് പങ്കെടുക്കാം. ഞാൻ അന്ന് അഹമ്മദാബാദിൽ പോയി ഇരിക്കുന്ന സമയമായിരുന്നു, ഒരു ആനയ്ക്ക് വയ്യാണ്ട്. ആ സമയത്ത് അവര് തീരുമാനം എടുത്തു പാപ്പാനെ മാറ്റാൻ. അങ്ങനെ ചെയ്യുമ്പോ എവിടെയായാലും സത്യം എന്തായാലും ഒരു ദിവസം പുറത്തു വരില്ലേ. ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് പിന്നെ അടുത്ത ഒരു മീറ്റിങ്ങിന് ഞാൻ പിന്നെ പോയിട്ടില്ല. പിന്നെ ഞാൻ വിഷമം കൊണ്ടാണ്. കാരണം നമ്മള് ഒരു വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പോയിരുന്ന ഒരു കാര്യം എഴുതുമ്പോ അത് അവർ അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ നമ്മൾ പൊട്ടനാക്കിയവര്. അപ്പൊ നമ്മൾ പിന്നെ പോയില്ല. പിന്നെ അവര് വീണ്ടും വിളിച്ചു പോയി. അങ്ങനെ മാറി. അന്ന് ഞാൻ വരാം, ചികിത്സയൊക്കെ നടത്താം, മീറ്റിങ്ങിലൊന്നും വന്നിരുന്ന സമയം കളയാൻ എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മീറ്റിങ്ങിന് അവിടെ പോയി 2 മണിക്കൂർ ഇരിക്കുക, 3 മണിക്കൂർ ഡയലോഗ് അടിച്ചിട്ട് എന്താ കാര്യം? ആ സമയത്ത് നമുക്ക് ഏതായാലും ആനേനെ പോയി തൊട്ട് അതിനെ നല്ല മരുന്നൊക്കെ കൊടുക്കുമ്പോ ജീവിതത്തിൽ ആ 2 മണിക്കൂർ നമ്മൾ സേവ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം അവർ ചെയ്യണം. ഈ ആനയ്ക്ക് പാപ്പാനെ മാറ്റരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മാറ്റില്ല. രാഷ്ട്രീയമല്ല ഇവിടെ പ്രധാനം. രാഷ്ട്രീയമല്ല. ആനകളെ കൊണ്ടുനടക്കുന്നതിന് രാഷ്ട്രീയം പാടില്ല. രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവും. നാട് അത് രാഷ്ട്രീയത്തിൽ അത് മാറി ഇത് കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞാൽ അപ്പൊ ഈ പാപ്പന്മാർ അങ്ങോട്ട് പറയില്ലേ. ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് ഉള്ളത് അവിടെയാ, ആനാക്കോട്ടല്ല. അവര് ചിന്തിക്കണ്ട. അവരെ അന്നമാണെന്ന് പാപ്പന്മാര് ചിന്തിക്കണ്ടേ? അത് ചെയ്യാൻ പാടണ്ട. അവരെ അന്നാണത്. അവര് ആനയില്ലെങ്കിൽ ഇപ്പൊ കൊച്ചിൻ ദേവസ്വം ബോർഡില് ഇപ്പൊ വിളക്ക് തുടയ്ക്കാനും റെസിറ്റ് എന്താ ഇതിനൊക്കെ പോയിരിക്കുക പാപ്പന്മാര്. വേറെ നിവൃത്തിയില്ല. ആനയില്ലല്ലോ. ആന ഇല്ലാണ്ടായി കഴിഞ്ഞാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ എത്ര ആനയുണ്ട്? ആ പാപ്പന്മാരൊക്കെ ജോലി ഇല്ലാണ്ടിരിക്കുക. അവര് വേറെ സ്ഥലത്ത് പോയിരുന്നിട്ട് അമ്പലങ്ങളിൽ എന്താ ഡ്യൂട്ടി ചെയ്യുക, റെസീറ്റ് എഴുതാനൊക്കെ ഇരിക്കുക. അതുപോലെ ഗുരുവായൂർ ദേവസ്വം കുറച്ച് കഴിഞ്ഞാവില്ലേ? അത് അവര് ചിന്തിക്കണ്ടേ? 66 ആന നടന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. നേർപകുതി ആയില്ല. പാപ്പന്മാർക്ക് ഒരു ആഗ്രഹം വേണ്ടേ? ഞങ്ങൾ രാഷ്ട്രീയം ഈ കേസിൽ രാഷ്ട്രീയം എടുക്കില്ല കേട്ടാ. അത് ആന 18 വർഷം കൊണ്ട് നടന്നവർ ആ പാപ്പാനെ കഴിഞ്ഞ ദിവസം മാറ്റിയവര്. ഞാൻ ഞെട്ടിപ്പോയി. ഒന്ന് ക്രൂരമല്ല ശരിക്കും? ക്രൂരതയോടും ചെയ്യണത് ഭയങ്കര ക്രൂരതയാ. ഡോക്ടർ, നമ്മൾ ഈ പാപ്പന്മാരുടെ കാര്യത്തിലൊക്കെ പറഞ്ഞപ്പോഴും ഇപ്പം ഇങ്ങനെ പണ്ട് പാപ്പന്മാരാവണത് ഇപ്പൊ ഡോക്ടറുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇത് ചെറുപ്പത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ആ ഒരു സ്നേഹത്തോടു കൂടിയിട്ടാണ് പാപ്പന്മാരാവുന്നത്. ഇന്ന് കുറെയൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ 50% അങ്ങനെയുണ്ട്. പക്ഷെ 50% നല്ല അവനൊരാഗ്രഹമാണ്. കാരണം നമ്മൾ പറയില്ലേ, അഭിനയിക്കാൻ അറിയാത്തവര് അഭിനയിക്കാൻ ഞാൻ നിൽക്കണം കണ്ടിട്ടുണ്ടാ? ശ്രീനിവാസനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറെ പേര് വരും, അഭിനയിക്കാനൊന്നും അറിയില്ല, നല്ല അഭിനയിക്കാൻ എന്ന് പറഞ്ഞ വരും. ഇതൊരു കലയാ.
പാപ്പാൻ പണി അല്ലെങ്കിൽ മഹട്രി എന്ന് പറഞ്ഞ ഒരു കല ആർട്ടാണ്. ഭരതനാട്യം പഠിക്കണ മാതിരിയാ. എൻ്റെ അടുത്ത് ഭരതനാട്യം ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. കാരണം അതിനൊരു കലയത്. കല പഠിക്കണമെങ്കിൽ അതിന്റെ ശരീരം, മനസ്സ് ഇതൊക്കെ ഒരുമിക്കണം. ഒരു ആനപ്പാപ്പാൻ എന്ന് പറഞ്ഞാൽ അതുപോലെയാ. അവന്റെ ശരീരവും അവന്റെ മനസ്സും ഒരുമിച്ചാൽ മാത്രമാണ് അവൻ ആനപ്പാപ്പാനാവാൻ പറ്റുള്ളൂ. അത് എല്ലാവർക്കും പറ്റില്ല. പിന്നെ നമ്മൾ പറയില്ലേ, ഡാൻസ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ മദ്യപിച്ച് കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് ചെയ്യാന്ന് പറയണ മാതിരിയാ. മദ്യപിച്ച് എത്ര പേര് ഡാൻസ് ചെയ്യും, പാട്ട് പാടും ഇല്ലേ? പക്ഷെ നോർമലാണെങ്കിൽ അവൻ ചെയ്യില്ല. അപ്പൊ അങ്ങനത്തെ ഒരു 50% പാപ്പന്മാരും ഉണ്ടാവും. നല്ല ഡ്രഗൊക്കെ അടിച്ച് നിന്നെ ഇപ്പൊ ശരിയാക്കിയാൽ മദ്യത്തിന്റെ അളവ് പറഞ്ഞാൽ വീണ്ടും അവന് പരാക്രമമാവും. അങ്ങനെയുള്ള പാപ്പന്മാരും ഉണ്ട്. ആ സമയത്തൊക്കെയാണ് ആനകൾ കൂടുതൽ ഉപദ്രവകാരി. ഇതൊക്കെ വടിക്കമ്പില്ലാണ്ട് 100 തവണ പറഞ്ഞു ഒരു അടിയെ കൊടുക്കാൻ പാടുള്ളൂ. ഒരു അടി 100 വാക്ക് എന്നിട്ട് ഒരു അടി, ഇതാണ് കണക്ക്. ഇവരിപ്പോ 100 അടി വാക്ക് പറയാൻ വായ പൊന്തണ്ടേ, സൗണ്ട് വരില്ല. ഈ ആനേനെയൊക്കെ കുറെ ഇപ്പൊ ഡോക്ടർ തന്നെയാണ് പലപ്പോഴും പറഞ്ഞത്, ആനേനെ കുറെ നടത്തിക്കണം, അതിനൊരു എക്സസൈസ് പോലെയൊക്കെ ഉണ്ടാവണം. ശരിക്കും ഗുരുവായൂർ പോലത്തെ ഒക്കെ സ്ഥലങ്ങളില് ഈ ആനകളുടെ ഒരു ഒരുമിച്ച് അമ്പലത്തിലേക്കുള്ള ഒരു യാത്രയും അത് ദിവസവും അല്ല. നമ്മളിതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. അവിടുത്തെ ബുക്കുകൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് കണ്ട, ഒരു ലാബറട്ടറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്, ഒരു ആശുപത്രി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്, അതിനൊക്കെയുള്ള സാധ്യതകളൊന്നുമില്ല. ഒരു സാധ്യത അവിടെ കാണില്ല. കാരണം ഞാൻ 20 വർഷമായി. ഞാൻ 2024 ഞാൻ അവിടെ വിദഗ്ധ സമിതി അംഗമായിട്ട് കയറുന്നത്. അന്ന് എന്റെ ഗുരുക്കന്മാർ അവരെ എന്നെ കയറ്റി ഇരുത്തിയതാ, കാരണം പഠിക്കാനായിട്ട്. ഇപ്പൊ 2026 അന്ന് ഞങ്ങൾ പറയുന്നത് അവിടെ ഒരു ആശുപത്രി, ലാബറട്ടറി, അതിന് വേണ്ടിയിട്ട് മണ്ണുത്തി വെറ്റിനറി കോളേജിലേക്ക് ആനനെ കയറ്റി കൊണ്ടുപോകണം. എപ്പോഴും ആലോചിച്ച് നോക്കൂ ഗുരുവായൂരിന്റെ സ്ഥിതി. എന്നിട്ട് ആന ശരിയായ സമയത്ത് വന്നിട്ട് ഡോക്ടർമാരെ തലയെല്ലാം അങ്ങോട്ട് കയറും. ഡോക്ടർമാരെ കഴിവറ്. അന്ന് അവിടെ അവിടെ ആ കഴിവിനനുസരിച്ചുള്ള സാധനം അവിടെ ഉണ്ടാക്കണ്ടേ, ഇനിയെങ്കിലും ഉണ്ടാക്കണ്ടേ. 10-36 ആന ഇനി അവിടെ പോയിട്ട് ഉണ്ടാക്കാനാ? നമ്മളിത് പറയാത്ത മീറ്റിങ്ങുകളില്ല. ഇനിയിപ്പോ പുതിയ പ്രസിഡന്റ് വരുന്നുണ്ട്, അദ്ദേഹം എങ്ങനെ ചെയ്താൽ നല്ല കാര്യമാണ്. ഇപ്പൊ പഴയ പ്രസിഡന്റ് അടുത്ത് നമ്മള് ആനക്കുള്ള സ്കാനിങ് അങ്ങനത്തെ മെത്തേഡ് ഉണ്ടെന്ന് പറയുന്നത് എന്ത് വേണമെങ്കിൽ. ഇപ്പൊ നമ്മളിപ്പോ ഡ്രോൺ കണ്ടുപിടിച്ച എന്താ ആനയുടെ സ്കാനിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം അറ്റ്ലീസ്റ്റ് ബ്ലഡ് പരിശോധിക്കാനുള്ള സൗകര്യം അവിടെ ഒരുക്കട്ടെ. ഞാൻ തന്നെ മലർന്നു കിടന്ന് നോപ്പണപ്പോ അവസ്ഥയാ. ഗുരുവായൂരിന്റെ അവസ്ഥ ഞാൻ ആരുടെ അടുത്ത പറയാ? ഇനിയെങ്കിലും അവർ ശരിയാക്കട്ടെ. ഞാൻ അവരുടെ അടുത്ത് പലതവണ പറഞ്ഞു, ഇതാരും മൈൻഡ് ചെയ്യില്ല. ഒരു ആന ചെരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ആളുകൾ വന്നിട്ട് ശ്രീത്ത് വയ്ക്കാൻ വരുമ്പോ ഡോക്ടർമാർക്ക് ഇല്ലാത്ത കുറ്റം ഉണ്ടാവില്ല. അവര് അങ്ങനെ കുറെ കമന്റുകൾ കേട്ട് നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നമ്മള് ഇവർക്കറിയാം ഡോക്ടർമാരാണ് അതിന്റെ. നമ്മള് ഈ പണി ചെയ്യാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അത് ആരുമില്ല. ഇതൊരു എളുപ്പമുള്ള പട്ടിക്കുട്ടി ഒന്നല്ലല്ലോ പോയി ഒരു തട്ടുകെട്ടി കഴിഞ്ഞു. അതും സംഭവം അതും കണ്ടിട്ടുണ്ട് നമ്മള്. എന്റെ അധ്യാപകൻ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ കൂട്ടുകാരൻ മരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ഭ്രാന്തായിട്ട് നിൽക്കുമ്പോ എന്നിട്ട് അതിനെ ഓവർ റൂൾ ചെയ്തിട്ട് കുറെ ആളുകൾ അവരെ ആശയങ്ങൾ പറയും. അവര് ചിന്തിക്കുന്ന വലിയ ആശയങ്ങൾ രൂപപ്പെടുത്താൻ കഴിവുള്ളതാണ് നമ്മളെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. വെറുതെ പറയണതല്ല. അപ്പൊ നമ്മള് എന്തിനും അതിന്റെ അടുത്ത രൂപത്തിലേക്കും അതിന്റെ ലോകത്തിലേക്കും നമ്മൾ ചിന്തിക്കാൻ കഴിവുള്ളവരാണ് നമ്മള്. എന്നിട്ട് നമ്മളെ കുറ്റം പറഞ്ഞ കേട്ടാൽ നമ്മൾ ചിരിക്കുള്ളൂ. കാരണം അത് അവന്റെ കഴിവുറവ്. നമ്മളെ കുറ്റം പറയുന്നവരുടെ കഴിവുറവാണ് നമ്മൾ അവിടെ കാണുന്നത്. നമ്മളൊരിക്കലും മൈൻഡ് ചെയ്യില്ല. കാരണം അങ്ങനെ നമുക്ക് അവിടെ സമയം നമുക്ക് ആ സമയമൊന്നുമില്ല. നമ്മളിപ്പോ നിങ്ങളിപ്പോ ചോദിച്ച കാരണം ഞാനത് പറഞ്ഞു. ഞാനത് പറയാതിരിക്കരുത്. നിങ്ങൾ ചോദിച്ചു, ആരും എന്റെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ഗുരുവായൂരിന്റെ ഈ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പൊ നമസ്തേ ഗുരുവായൂരും അവിടെയുള്ള കാര്യം ഞാൻ അറിഞ്ഞപ്പോ നിങ്ങൾ എന്റെ അടുത്ത് വന്നപ്പോ ഞാനത് പറയാൻ ബാധിച്ചതാണല്ലോ. അല്ലെങ്കിൽ ഞാനത് പറയാതിരുന്നാൽ അത് അവിടത്തെ കണ്ണന്റെ ആനകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാ. ഏത് അവസരമായാലും ഞാൻ പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിട്ടൊന്നും വരുന്ന അഡ്മിനിസ്ട്രേറ്റർമാര് അവരുടെ സൗകര്യത്തിന് അമ്പലത്തിൽ തൊഴാന്നല്ലാതെ തൊഴാൻ നടക്കുക. അമ്പലത്തിന്റെ ചുറ്റിനും നിൽക്കുന്ന അതിന്റെ കുറെ വസ്തുക്കളുണ്ട്. അതിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന മൃഗങ്ങളുണ്ട്, പശുക്കളുണ്ട്. അതിനൊന്നും അവർക്ക് നേരില്ല. അവരവിടെ വന്ന് അവിടെ അതിനകത്ത് ഭഗവാനെ കാണാൻ വരുന്നവരുണ്ടല്ലോ. അപ്പൊ അതിന്റെ കൂടെ ഒരു 10 മിനിറ്റ് ഇതിന് ചെലവാക്കിയൂടെ? അഡ്മിനിസ്ട്രേറ്റർക്ക് ചെലവാക്കാലോ, അവർക്ക് ചെലവാക്കില്ല. അവിടെ വരുന്ന ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാര് ഏതെങ്കിലും പണിഷ്മെന്റ് ആയിട്ടൊക്കെ വരിക. അല്ലാണ്ട് ഇപ്പോഴാണ് കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നത്. പണ്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫറാ. അപ്പോൾ പണ്ട് അതിന്റെ ഓഫീസ് മാറ്റില്ല. അങ്ങനെ കുറെ പൊളിറ്റിക്സ് വന്നോട് കൂടിയിട്ട് ഗുരുവായൂർ ദേവസ്വം ആനകളുടെ കാര്യം കട്ടപ്പകയ. അതാ പറയാൻ പറ്റില്ല എനിക്ക്. ഒറ്റ വാക്കിൽ പറയാൻ പറ്റാ. എന്ന് അവിടെ നിന്ന് രാഷ്ട്രീയം പോണോ അന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ അതില്ലാണ്ടാവും. കാലഘട്ടത്തിനനുസരിച്ച് ഉറപ്പല്ലേ.